ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് അളവ് മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഷോർട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക എന്നാണേ. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള അളവ് 40 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം നമ്മൾ ആദ്യം കാണണം. നമുക്ക് 10 ഇഞ്ചാണ് കേട്ടോ നാലൊരു ഭാഗം വരുന്നത്. അപ്പോൾ ഞാനിവിടെ നമുക്ക് വേണ്ട ലെങ്താണ് ഇതുപോലെ മടക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ കൂടിയാണ് ആ ഒരു രീതിയിൽ മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ലെങ്ത് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാനിവിടെ 8 ഇഞ്ച് എടുത്തിട്ടുണ്ടേ. അപ്പോൾ താഴെ മടക്കിയടിക്കാനും മുകളിൽ നമ്മുടെ കുർത്തിയായിട്ട് അറ്റാച്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതും കൂടി എടുത്തിട്ടാണ് 8 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോൾഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ ഫോൾഡ് ചെയ്യാൻ വേണ്ടത് ലെങ്തിനോടൊപ്പം അത് കൂടി ആഡ് ചെയ്യണം. പിന്നെ അര ഇഞ്ച് മുകളിൽ ജോയിൻ ചെയ്യാനും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വിട്ടാണേ. അപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വിട്ട് എടുക്കുമ്പോൾ 10 ഇഞ്ചിനേക്കാളും ഒരു അര ഇഞ്ച് കുറച്ചിട്ട് ഞാനിവിടെ 9.5 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീം അലവൻസ് കൂടാതെയുള്ള വിട്ടാണ് 9.5 ഇഞ്ച്. ഇനി നമുക്ക് ഇതിന് താഴത്തേക്ക് ആം ഹോളിൻ്റെ കുഴിവ് വേണമല്ലോ. അപ്പോൾ ആ ഒരു കുഴിവ് എടുക്കുന്നത് 3 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 40 ഇഞ്ച് ചെസ്റ്റ് സൈസിനുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ഇഞ്ച് ഇതുപോലെ താഴത്തേക്ക് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്കെയിൽ എടുത്ത ശേഷം നമുക്കിപ്പോൾ 3 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തില്ലേ, ആ പോയിൻറ്റും മുകളിലത്തെ ആ ഫോൾഡിങ് ആയിട്ടുള്ള കോർണർ പോയിൻറ്റും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് 10 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ മിഡിൽ പോർഷൻ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സൈഡ് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണേ. അപ്പോൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നും 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യണം. ശേഷം ഈ കാണുന്ന രീതിയിൽ ആ ഒരു രീതി തന്നെ ഉയർത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു മിഡിൽ പോയിൻറ്റിൽ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് നിന്നും താഴത്തേക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 പീസ് മെറ്റീരിയലാണ് നമ്മളതിലുള്ളത്, ഫ്രണ്ടും ബാക്കും ഉണ്ട്. ഇനി ഇതുപോലൊന്ന് മെഷർ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10.5 ഇഞ്ചാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫിറ്റിംഗ് കൊടുക്കേണ്ടത് 10 ഇഞ്ചിലാണ്. അപ്പോൾ അര ഇഞ്ചും കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു 1-1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് വിട്ടു പോകരുത്. അപ്പോൾ സീം അലവൻസ് കുറഞ്ഞു പോകുമേ. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സീം അലവൻസും കൂടി ചേർത്ത് എനിക്കിവിടെ 11.5 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തുണി അത്രമാത്രമാണ് കേട്ടോ മടക്കി ഇട്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ താഴത്തെ വണ്ണമാണ്. അതിൻ്റെ കൂട്ടത്തിൽ സീം അലവൻസ് എത്ര വേണം അതും കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ്, കൂടെ 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിലത്തെ പോയിൻറ്റും താഴത്തെ പോയിൻറ്റുമായിട്ട് ഈ കാണുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, അതില്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ബാക്ക് സ്ലീവാണേ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഇവിടെ 2 പീസാണ് കേട്ടോ, ഫ്രണ്ടും ബാക്കും ആണുള്ളത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി തുണി ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീത്ത വശങ്ങൾ ഇതുപോലെ രണ്ടും കൂടി ചേർത്താണ് വെച്ചിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ വെക്കാം, അല്ലെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല വശത്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആം ഹോൾ മാർക്ക് ചെയ്തത് വിട്ടുപോയി കേട്ടോ കാണിക്കാൻ വേണ്ടി. അപ്പോൾ സെൻറ്റർ പോയിൻ്റ് ഇല്ലേ, സെൻറ്റർ പോയിൻ്റ് കഴിഞ്ഞ് ഒരു 2 ഇഞ്ചും കൂടി കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് പോർഷനാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു കട്ടും കൂടി ഇട്ട് കൊടുത്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്